നമ്മുടെ രാജ്യത്തെ തലസ്ഥാനത്ത് ജന്തർ മന്ദറിൽ ദിവസങ്ങളായിട്ട് പുതിയ തലമുറ സമരത്തിലാണ്. പേപ്പർ ലീക്ക്, ചോദ്യപേപ്പർ ചോരുക, പരീക്ഷകൾ തകരുക, വിദ്യാഭ്യാസ സമ്പ്രദായം മൊത്തത്തിൽ നാശമായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പേരിൽ കേന്ദ്രമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ സമരം നടക്കണം. അതിനെതിരെ പല പ്രചാരണങ്ങളും കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഒരു സൈഡിൽ വേറൊരു പെൺകുട്ടി പ്രതിഷേധം രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ, ആ പെൺകുട്ടി ദളിതായതിൻ്റെ പേരിൽ ആ കുട്ടിനെ ബലാത്സംഗം ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക ഒരു വിഭാഗം ആൾക്കാർ. നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ നീതിക്കും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടി സമരം ചെയ്ത് ജയിലിൽ പോയ ഒരുപാട് ആളുകളുണ്ട്. സഞ്ജീവ് ഭട്ട്, ഉമർ ഖാലിദ്, ഇവരൊക്കെ ഒരുപാട് അതിക്രമങ്ങൾ ജയിലിനകത്ത് നേരിടുകയാണ്. അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ച്, പ്രതിപക്ഷത്തിനെ കുറിച്ചൊക്കെ അവർക്ക് വിഷമമുണ്ട് എന്നുള്ളതാണ്. കാരണം ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. അവർക്ക് അവരുടെ കാര്യം നോക്കി വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടി പ്രവർത്തിച്ച് ജോലിക്ക് പോയി കീഴൊതുങ്ങി ജീവിച്ചാൽ മതിയായിരുന്നു. അവർ പ്രതിഷേധിച്ചത് നമുക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് നിൽക്കുന്നതും നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ നിലപാടെന്താ? നമ്മുടെ നാടെങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? ലോകം മൊത്തം പലവിധ പുരോഗമന ചർച്ചകൾ, കാര്യങ്ങൾ. പുരോഗമനം എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള പുരോഗമനമല്ല, ഇത് മഴവില്ല് പുരോഗമനമല്ല. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും സംവിധാനങ്ങളും യുഗം മാറി ജനങ്ങൾ മുന്നോട്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മളെങ്ങോട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൾച്ചറൽ മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു പേജ് ഇട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതിലെന്തോ വന്നുകൊണ്ട് നിൽക്കണേ, ചില സ്ഥലത്ത് ചില സാധനങ്ങൾ കണ്ടെത്തി, ഇത് ഒരു പ്രത്യേക മതവിഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം. എന്നാലോ അവരുടെ ആ വിശ്വാസികളല്ലാനോ, അതതിൻ്റെ പ്രത്യേകത. അവർ ആ വിശ്വാസികളും കൂടി മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളെ നാട് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഒരു പെൺകുട്ടീനെ ബലാത്സംഗം ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താറ് എവിടെത്തിയ കേസാണ്? അങ്ങനെ എന്തോരം കേസുകൾ. നമുക്കിതൊന്നും ഒരു വാർത്തയല്ലാതായി മാറിക്കഴിഞ്ഞില്ലേ. നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഫ്രീസായി പോയെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. ഉണർന്നാൽ നന്നാവും. ഇല്ലെങ്കിൽ കുറേ കാലഘട്ടം കഴിഞ്ഞിട്ട് മക്കളൊക്കെ തിരിച്ചു ചോദിക്കും, നിങ്ങളന്ന് എന്ത് ചെയ്തുകൊണ്ട് എന്തായാലും തന്നായിരുന്നു? അതിന് ഉത്തരം നമ്മൾ പറയേണ്ടി വരും.